ഡൽഹി, ജയ്പൂർ, ആഗ്ര, 3 സ്ഥലങ്ങൾ, 3 സംസ്ഥാനങ്ങൾ. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി. അതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഗോൾഡൻ ട്രയാങ്കിൾ ട്രിപ്പ് എന്നാണ് ഈ യാത്ര അറിയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ ട്രിപ്പിൽ താജ്മഹൽ എന്ന ലോക മഹാത്ഭുതവും പെടും എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയെ അടുത്തറിയുമ്പോൾ അതിലും വലിയ അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ ഈ യാത്രയിൽ കാണാൻ സാധിക്കും. അപ്പം എങ്ങനെ കൂടെ പോരല്ലേ? ആദ്യം ഡൽഹിക്ക്. ഞങ്ങളങ്ങനെ ഗോൾഡൻ ട്രയാങ്കിൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ജീവനക്കാരുടെ ക്രിസ്മസ് ആഘോഷങ്ങളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റേറ്റ് കുറഞ്ഞൊരു ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചാടി കയറി ബുക്ക് ചെയ്തതാണ്. പിന്നെയാണ് അതിൻ്റെ സംഭവം മനസ്സിലായത്. ഈ സമയം, അതായത് ഇത് 9:30-10 മണിക്കുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം 1:30-2 മണിയാവും. അപ്പോൾ ഒരു അൺടൈം ആയിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റിന് ഈ സമയത്ത് ആൾ കുറവായതുകൊണ്ടാണ് ഈ സീസൺ ടൈമിലും നമുക്കുള്ളൊരു റേറ്റ് കുറച്ച് ടിക്കറ്റ് കിട്ടാൻ കാരണം. നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് കയറാനായിട്ട് ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഇനി ഒരു മണിക്കൂർക്കുള്ളിൽ ഇവിടെ ഞങ്ങൾ ഇരിക്കണം. ഡൽഹിയിലേക്കും ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഒരു സുഹൃത്ത് അവിടെയുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റും അങ്കമാലിക്കാരനുമായിട്ടുള്ള സിജോ അവിടെ നഴ്സാണ്. അപ്പോൾ ഞാൻ സിജോനെ ജസ്റ്റ് വിളിച്ചു അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഉള്ള ഒരാളുടെ ഹെൽപ്പ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ സിജോ ആണെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. കാരണം എന്നോട് ആദ്യം പറഞ്ഞത്, നീ എങ്ങനെ റൂം ബുക്ക് ചെയ്തോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ കാര്യങ്ങളറില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിനക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് നേരെ വീട്ടിലേക്ക് വരെയെന്ന് പറഞ്ഞ് പുള്ളി ഗൂഗിൾ മാപ്പ് അയച്ചു തന്നു പുള്ളിയുടെ വീട്ടിലെ. അപ്പം ദ്വാരകയിലാണ് അവിടെ ചെന്നിട്ട്, ഡൽഹിയിൽ ദ്വാരകയിലാണ് ആളുടെ വീട്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ തന്നെ ഭക്ഷണത്തിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. താഴേക്ക് നോക്കുമ്പോൾ രാത്രി കാഴ്ചകൾ അതിഗംഭീരം കേട്ടോ. പറഞ്ഞ നേരം കൊണ്ട് ഫ്ലൈറ്റ് ഡൽഹിയിലെത്തിട്ടോ. ഡൽഹി ഒരു 24 hours സിറ്റിയാണെന്ന് ആകാശത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഹൈവേയിലൊക്കെ വണ്ടികൾ ഇപ്പോഴും 1:30-2 മണി സമയത്ത് വരെ അതിഗംഭീരമായിട്ടാണ് ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്ലാറ്റുകളിലും സിറ്റികളിലുള്ള മറ്റുള്ള എല്ലായിടത്തും നല്ല തിരക്കാണ്. നമ്മൾ ലാൻഡ് ചെയ്യണതിൻ്റെ തൊട്ട് തന്നെയാണ് ഹൈവേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വണ്ടികൾ നല്ല തിരക്കിലാണ്, നല്ല ട്രാഫിക്കാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇറങ്ങാനുണ്ടാവും. ध्यान दीजिए, एयर इंडिया को दिल्ली में निर्धारित समय से 35 मिनट पहले आगमन करते हुए खुशी है। इंदिरा गांधी अंतर्राष्ट्रीय हवाई अड्डे में आपका स्वागत है। बाहर का तापमान 12 डिग्री सेल्सियस है। The flight. You may now use your mobile phones. Guests connecting on Air India network and partner airlines are requested to contact the transfer desk. പറഞ്ഞതിലും നേരത്തെ ഫ്ലൈറ്റ് എത്തിയതിൻ്റെ സന്തോഷം പൈലറ്റ് അറിയിച്ചു, ഞങ്ങൾക്ക് സന്തോഷം. ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1:30-2 മണി സമയത്ത് നമുക്കൊരു യാത്ര പ്രശ്നമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഓലയും യൂബറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സിജോ വേണമെങ്കിൽ എയർപോർട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു അളവുണ്ടല്ലോ, അതുകൊണ്ട് ഉറക്കം കളയണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴാണ് ഈ ടൈമിലുള്ള പ്ലെയിൻ ആരും എടുക്കാത്തതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായത്. എന്തായാലും പൊട്ടക്കപ്പലിൻ്റെ ദൈവം നുണാന്ന് പറഞ്ഞാൽ സിജോ ഞങ്ങൾക്ക് കൂടെ ഉള്ളതുകൊണ്ട് നേരെ സിജോൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ചെന്ന് കയറാം. ഹോട്ടലോ മറ്റോ ആണെങ്കിൽ ചെക്ക് ഇൻ ചെയ്യാനും ആ സമയത്ത് പിന്നെ വെളുപ്പിനെ നമ്മൾ ആ ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്യണം. എന്തായാലും ആ അബദ്ധം ഞങ്ങൾക്ക് പറ്റിയില്ല. നെടുമ്പാശ്ശേരിയേക്കാൾ ഗംഭീരമാണ് ഡൽഹി എയർപോർട്ട്. ഞങ്ങൾ രണ്ടുപേരും എസ്കലേറ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനൊരാഗ്രഹം നടന്നു പോകണമെന്ന്. അങ്ങനെ എയർപോർട്ടിലേക്കൂടെ പുള്ളിക്കാരത്തി നടന്നു വന്ന കാഴ്ചയാണ് കാണണേട്ടാ. ഒരു രസം. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ വന്നത്. ആ ഫ്ലൈറ്റ് കൊണ്ടുവന്ന പൈലറ്റ്സ് ഉണ്ടോ പോകുന്നത്.
ഇനി ഞങ്ങൾക്ക് പോയിട്ട് ലഗേജ് എടുക്കണം. എയർപോർട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ അടിപൊളി കാഴ്ചകളാട്ടോ. എയർപോർട്ടിലെ ഒരു ഭിത്തിയുടെ സൈഡ് മുഴുക്ക ഒരു വൃത്താകൃതിയിലുള്ള പ്ലേറ്റുകളും അതിൻ്റെ കൂടെ തന്നെ എല്ലാ മുദ്രകളും ഡാൻസിൻ്റെ പിന്നെ സലീംകുമാർ പറഞ്ഞാൽ ദിമുദ്ര, പദമുദ്ര, മുദ്ര, ഈ മുദ്ര ഒക്കെ ചുവരിൽ വെച്ചിട്ടുണ്ട്. അതിഗംഭീരമാണ് കേട്ടോ എയർപോർട്ട്. നമുക്ക് വണ്ണല്ല വേണ്ടേ? 3 ബെൽറ്റ് 4 അങ്ങ് പോകണം. അങ്ങനെ ലഗേജ് ബെൽറ്റിൻ്റെ അടുത്തേക്ക് പോയി ലഗേജും കിട്ടി. ഞങ്ങൾ ഓലേക്കടെ ഒരു ടാക്സി ബുക്ക് ചെയ്തു. ഷാർപ്പ് ടൈമിൽ തന്നെ ടാക്സി എത്തി. ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ നിന്ന് ദ്വാരകയിലേക്ക് 500 രൂപയാണ് ഫെയർ. എയർപോർട്ട് ഹൈവേയിൽ കൂടുതലും ടണലുകളാണ്. 1 കിലോമീറ്ററോളം ദൂരമുള്ള ടണലുകൾ അണ്ടർഗ്രൗണ്ട് പാസേജ് ആയതുകൊണ്ട് തന്നെ വേറെ എയർപോർട്ടിന് തടസ്സമില്ലാത്ത രീതിയിൽ പോകണം. ഇതിൻ്റെ മുകളിലേക്കിടെ റൺവേ പോകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. സിജോ ഉള്ള ധൈര്യത്തിലാണ് ഡൽഹിയിൽ വന്ന് ഇറങ്ങിയേക്കുന്നത്. എന്തായാലും സിജോൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു ആശ്വാസമായി. കാരണം വളരെ കംഫർട്ടായിരുന്നു. ഇവിടെ 2 നായ്ക്കുട്ടികളും സിജോൻ്റെ മോൻ അപ്പൂസും ഉണ്ട്. സിജോൻ്റെ വൈഫ് സൗദിയിലാണ്. എന്നിട്ട് പോലും നിർത്തലാണ് ഇപ്പോഴാണ് ശമനായത്. നിനക്കുള്ള ആയുധമാണ്. ഓക്കെ നക്കി നക്കി നക്കി. ഓട്ടപ്രദേശം ഓട്ടം നിർത്തിയാളെന്ന് ഓക്കെ. ആ ഇരിക്കുക ചെയ്ത അപ്പൊ അടുത്ത ആള് നീ അവളെ പിടിച്ചിട്ട് അതല്ല മറ്റവളെ ഇവള് വിളിച്ചൂല. അപ്പൊ വിളിക്കാതെ ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് ലാബിനോ അതെ ലാബും ഈ മറ്റേ അതല്ല ഇവര് ഈ ഇതല്ലേ ഹണ്ടിങ് ഡോഗ്സാ. ഇവര് സിമ്പിൾ ആണ്. ഈ വാല് എല്ലാ പട്ടിയും ഇവരുടെ വാല് പ്രത്യേകത. ഇവര് വാല് നേരെ ഇരിക്കുള്ളൂ. ഇവര് ഈ വെടി വെച്ചിരുന്ന സാധനം പിടിക്കാണ്ട് ഇവര് ഓടും. ഓടിക്കുമ്പോ ഇവര് ആന്റീനാണിത്. ഇത് വെച്ചിട്ടാണ് വളവ് ഇങ്ങനെ പിടിക്കുള്ളൂ. അതാണ് ഇവര് സിമ്പിൾ. ഇവര് ഓടിക്കുമ്പോ ഇവര് വാല് മാത്രമേ കാണാൻ പറ്റുള്ളൂ കാട്ടി കൂടെ. അപ്പൊ ഓർഡർ ചെയ്ത് തപ്പി പോകണമെങ്കിൽ വാല് നോക്കിയോ പോകണം. ശരി. बेड पे नहीं करना. नो बेड से बाहर बेड पे क्यों कर रहे हो हैं? नो बेड पे नहीं. बड़ी हो जा. बेड पे नहीं बोला मैं. बेड पे नहीं बोला ना. अड़ी वाला देखो बढ़िया इधर आओ. അങ്ങനെ സിജോ ഞങ്ങൾക്ക് വീട്ടിലൊരു ബെഡ്റൂം സെറ്റാക്കി തന്നു. നാളത്തെ പ്ലാനൊക്കെ സിജോന് വിട്ടുകൊടുത്തിട്ട് ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി. കാലത്ത് എഴുന്നേറ്റപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി. സിജോ ഓരോ നിമിഷവും ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകിട്ട് വന്നിട്ടേ കൊച്ചു വരുമ്പോ അവൻ്റെ കൂടെ കളിക്കും. കൊച്ചു പറഞ്ഞേ വൈകുന്നേരം കാണുമ്പോൾ അവൻ്റെ കൂടെ കളിക്കാം. അപ്പൊ വരും. നീ ഒറ്റയ്ക്ക് തന്നെ വേഗത്തെ നീ പറഞ്ഞു വിടും. പക്ഷെ വേറെ ഉപദ്രവമില്ല. കേരളം മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് സിജോന്റെ മോൻ അപ്പൂസ് രാവിലെ 7 മണിക്ക് തന്നെ സ്കൂളിലേക്ക് പോയി. ഞങ്ങൾ ശരിക്കും ടാക്സിയോ അതോ മെട്രോ വഴി ഡൽഹി മൊത്തം കറങ്ങാനായിരുന്നു തീരുമാനം. ആദ്യത്തെ ഡൽഹി യാത്ര തന്നെ ചളമാവണ്ടെന്ന് പറഞ്ഞ് സിജോ കൂടെ വരാൻ തീരുമാനിച്ചു. പിന്നെ സിജോൻ്റെ കാറിലായി ഡൽഹി യാത്ര. സിജോൻ്റെ 2 പട്ടിക്കുഞ്ഞുങ്ങളും അവിടെ മുകളിൽ നല്ല ബഹളാട്ടോ. കുഞ്ഞുനാണെങ്കിൽ അവരുടെ കൂടെ കളിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. വൈകിട്ട് അപ്പൂസ് വരുമ്പോൾ ഒരുമിച്ച് കളിക്കാമെന്നും പറഞ്ഞ് കുഞ്ഞുനെ സെറ്റാക്കി. ഡൽഹി ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആണെങ്കിലും ഇതുപോലത്തെ ഗലികളും ഒരുപാടുണ്ട് ഇവിടെ. ഒരുപാട് മിഡിൽ ക്ലാസ്സുകാർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ കാണാം. ഡിസംബർ മാസം ഡൽഹി നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് സെറ്റർ ഇല്ലാതെ പറ്റില്ല. അങ്ങനെ ഗലികളിലുള്ള ഷോർട്ട് കട്ടിലൂടെ സിജ വണ്ടി വായിച്ചു.
റെയിൽവേ സ്റ്റേഷൻ അങ്ങടല്ലേ? രണ്ട് അങ്ങടല്ല രാവിലെ പല വഴിക്കും പോകാം. ഈ വഴിക്ക് പോയാലും അവിടേക്ക് എത്തുമല്ലേ? അങ്ങനെ പോയി നിങ്ങൾ ഇതിലെ വന്നല്ലോ, ഇതിലെ വന്ന് രണ്ട് വഴി ഇവിടെയുള്ള തെരുവ് നായ്ക്കളും പ്രശ്നക്കാരനാന്ന് തോന്നുന്നല്ലേ? ആളുകളായിട്ട് മുതിർവൊന്നുമില്ല. ടവർ പോലെ ഉണ്ട്. ആ കണ്ടോ, അപ്പൊ നല്ല ക്ഷീണമില്ല. രാത്രി ആളുകളെ കണ്ട കുറയ്ക്കണം വേളമൊക്കെ ഉണ്ടാവും. അതുണ്ടാവുള്ളൂ. അത് ഇതിലൂടെ നല്ല റോഡ് കുറിച്ച് പിടിച്ചിട്ട് 2 വർഷം തണുപ്പിട്ട് ഈ ഇലക്ഷൻ പരിപാടിക്ക് അടുത്ത പണി തുടങ്ങും. മണിയായിരുന്നു. ഞങ്ങളിങ്ങനെ നാട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് യാത്ര തുടങ്ങും. ഇനിയിപ്പോ കടകൾ 10 മണിയാകുമ്പോൾ തുറക്കൂല. ശരിക്കും രാവിലെ ഇപ്പൊ തണുപ്പായതുകൊണ്ട് എല്ലാം ലേറ്റ് ആവും. ഈ 11 മണിക്കാണ് നോമ്പ് ടൈം. 10-11 മണി കഴിയുമ്പോൾ കാലാവസ്ഥക്കനുസരിച്ച് നിർത്ത കാലാവസ്ഥ നല്ല പയ്യെ തലസ്ഥാന നഗരിയാണെങ്കിലും ഹൈവേകൾ ഒഴിച്ച് ഇടറോഡുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വൃത്തുകാരായിട്ടുള്ളവരാണല്ലോ ഒക്കെ പുറത്തു നിന്നവരായിരിക്കും. ഡൽഹി ഒരുമാതിരി എല്ലാം പുറത്തു ഡൽഹി ഉണ്ടാക്കിയെടുത്ത സ്ഥലമല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ UP, ഹരിയാന, ബീഹാർ ചുറ്റുമുള്ള ആൾക്കാര് ഇവർക്കെല്ലാം ഇപ്പൊ വെള്ളിയാഴ്ച നാട്ടിലോട്ട് പോകുന്ന കാര്യമുള്ളൂ. വെള്ളിയാഴ്ച ശനിയാഴ്ച പിള്ളേർക്ക് അവധിയാണല്ലോ. അപ്പൊ ഇവിടെ നേരെ നാട്ടിൽ പോകും. തിങ്കളാഴ്ച ജോലിക്കണൊക്കെ അവരെ ശരിക്കും സ്വന്തം വീടൊക്കെ നാട്ടിലായിരിക്കും. അവിടെ ആയിരിക്കും 3-4 മണിക്കൂർ യാത്രയിലുണ്ടോ സ്വന്തം വണ്ടിയുള്ളവർക്കൊക്കെ. ട്രാഫിക് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ എക്സ്പോർട്ട് ചെയ്ത് ചെല്ലുമ്പോഴാണ് കേട്ടെന്ന് കാല് ഒരുപാട്. ഇന്ന് വെള്ളിയാഴ്ച വലിയ കുഴപ്പമില്ല. നാളെ ശനി ഞാനും പുറത്തേക്ക് ആലോചിക്കാണ്. വീക്കെൻഡ് നമുക്ക് പുറത്തായിരിക്കും. ശനി ഞായറൊക്കെ എല്ലാം വരും. തണുപ്പൊക്കെ ആയിട്ട് പിന്നെയും ഒരു ആശ്വാസം പറയാം. അങ്ങനെ ഞങ്ങൾ ഹൈവേ കയറി പായാൻ തുടങ്ങി. ഡൽഹിയിൽ ഒരുപാട് ആഭ്യന്തര കാര്യാലയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഡിഫൻസിൻ്റെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് പ്രദർശിപ്പിച്ച റോഡരികളിൽ നമുക്ക് കാണാൻ സാധിക്കും. പീരങ്കിയും ടാങ്കും പിന്നെ എവിടെ തിരിഞ്ഞാലും മിലിറ്ററിയുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാം. സിജ ശരിക്കും പറഞ്ഞാൽ നീ കാറും എടുത്തുകൊണ്ട് പോയിക്കോളാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത് എത്ര ഭാഗ്യമായെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വഴി തെറ്റിപ്പോകുന്നു മാത്രമല്ല, ഇതിലെ വണ്ടി ഓടിക്കണമെങ്കിൽ ഒരു പ്രത്യേക സ്കില്ല് വേണം. സിജ തന്നെ പറയണത് ഈ വണ്ടിയിൽ എത്ര സ്ക്രാച്ച് വീണാലും അത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല എന്നാണ്. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഡ്രൈവിങ് അങ്ങനത്തെയാണ്. എല്ലാ പ്രദേശത്തിനും ഒരു പ്രാദേശിക ഡ്രൈവിംഗ് സ്റ്റൈൽ ഉണ്ടാവും. അങ്ങനെ ഏതൊക്കെയോ ഷോർട്ട് കട്ടിലൂടെ കയറ്റി സിജ ഒരു കണക്കിന് ഞങ്ങളെ ലോട്ടസ് ടെമ്പിളിൽ എത്തിച്ചു. ഇവിടുന്ന് ഫോട്ടോ എടുത്താലാണ് അതിൻ്റെ പക്ക ഇത് കിട്ടുന്നത്. കംപ്ലീറ്റ് മലയാളീസെല്ലാം ലോട്ടസ് ടെമ്പിളിൽ ചെന്നപ്പോൾ ഹിന്ദിക്കാരേക്കാൾ കൂടുതൽ മലയാളികളെയാണ് കാണാൻ സാധിച്ചത്. ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെ നിന്ന് നോക്കിയാലും ടെമ്പിൾ കാണാം. ലോട്ടസ് ടെമ്പിൾ ഒരു യുണീക്ക് കൺസെപ്റ്റാണ്. ലോട്ടസ് ടെമ്പിളിനെ കുറിച്ചുള്ള ഒരു മ്യൂസിയവും ഇവിടെയുണ്ട്. പക്ഷേ അവിടേക്ക് ക്യാമറ അനുവദനീയമല്ലാത്തതുകൊണ്ട് കാഴ്ചകളൊന്നും കാണിക്കാൻ സാധിക്കില്ല. പോണ്ടിച്ചേരിയിൽ ഓറോവിൻ്റെ പോലത്തെ ഒരു കൺസെപ്റ്റ്. ആളുകൾ ഫോട്ടോ എടുക്കുന്ന പോയിന്റാണ്. നമ്മുടെ ടീം ഫോട്ടോ എടുക്കാനായിട്ട് പോയി നിൽക്കുന്ന സ്ഥലം കണ്ടോ? നിങ്ങളെ ഇവിടെ നിൽക്കുന്നതിനാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ടും പൂക്കളുടെ പടമെടുക്കാനാണ് അവർക്ക് കൗതുകം. സിഡ്നിയിലെ ഒപ്പേറ ഹൗസ് ഇരിക്കുന്ന പോലെയാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ രൂപമാതൃക. പക്ഷേ അതിനേക്കാൾ മനോഹരമായിട്ടാണ് എനിക്ക് ലോട്ടസ് ടെമ്പിൾ തോന്നിയത്. കാരണം ശരിക്കും ഒരു താമര മുട്ട് വിരിഞ്ഞാൻ തുടങ്ങുന്നത് പോലെയാണ് അമ്പലത്തിൻ്റെ മാതൃക. അതിഗംഭീര ഒരു കൺസെപ്റ്റാണ്. ഒരു യുണീക്നെസ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ അടിയിലേക്ക് കാണുന്നത് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ നിർമ്മിതികളും നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ലോട്ടസ് ടെമ്പിളിനും ഒരു രീതിയിലുള്ള തടസ്സവും മറ്റൊരു ബിൽഡിങ്ങുകളോ നിർമ്മിതികൾ കൊണ്ടോ ഉണ്ടാവരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും അവിടുത്തെ കാര്യാലയങ്ങളും മറ്റും അണ്ടർഗ്രൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധ്യാനമാണ് അവിടുത്തെ പ്രധാന പ്രാർത്ഥന. അതുകൊണ്ട് സൈലൻസാണ് അവിടുത്തെ പ്രധാന മോട്ടോ. പ്രത്യേകിച്ച് ഒരു മതങ്ങളെയും ആസ്പദമാക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും അവിടെ പ്രവേശനവും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും അവസരം ലഭിക്കുന്നതാണ്. ഞങ്ങൾ രാവിലെ തന്നെ ചെന്നതുകൊണ്ടാവണം വന്നപ്പോൾ തിരക്കുണ്ടായില്ല. പിന്നെ അവിടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. വലിയ പുൽമേടുകളാണ്. പക്ഷേ അവിടേക്കൊന്നും കയറാനോ മറ്റോ ആളുകളെ അനുവദിക്കുന്നില്ല. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം മെയിൻ്റെനൻസ് ചെയ്യുന്നതിൽ അവർ അതീവ ശ്രദ്ധാലുക്കളാണ്.
ഈ സ്ഥലമൊക്കെ സിജോ ഒരുപാട് പ്രാവശ്യം കണ്ട് മടുത്താണ്. അതുകൊണ്ടാണ് സിജോ കൂടെ വരാഞ്ഞത്. ഈ സ്ഥലത്ത് എവിടെ നിന്നാലും ലോട്ടസ് ടെമ്പിൾ നമുക്ക് ഭംഗിയായി കാണാം. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള ഇടിയും തിരക്കൊന്നുമില്ല. പൂന്തോട്ടവും പ്രമിസീസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അടുത്ത് കാണാൻ അവർ പെർമിഷൻ തരുന്നില്ല ഗൈസ്. ലോട്ടസ് ടെമ്പിൾ ഇങ്ങനെ കാണാൻ അതിൻ്റെ അകത്ത് ഷൂട്ടിങ് അനുവദനീയമല്ല. ഇത് നമുക്കിങ്ങനെ ഇതിൻ്റെ ഗാർഡനൊക്കെ ഭയങ്കര രസമാണ്. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പത്തിൽ ഇങ്ങനെ പച്ചപ്പുല്ല് വിരിച്ചിട്ടേക്കാണ്. ഈ പ്രമിസീസ് ഒരു റെഡ് ഫോർട്ട് സ്റ്റൈൽ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ടോയ്ലറ്റ് ബ്ലോക്കാണ് കേട്ടോ. ഇത് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ടോയ്ലറ്റ് ബ്ലോക്കാണ്. പക്ഷേ ഇത്ര മനോഹരമായിട്ടാണ് ആ ടോയ്ലറ്റ് ബ്ലോക്ക് ചെയ്തേക്കണമെങ്കിൽ. സമനിരപ്പിൽ നിന്നും അല്പം താഴ്ത്തിയാണ് ഈ നിർമ്മിതി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് മുകളിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ ടോയ്ലറ്റ് ബ്ലോക്ക് ഒരു കാരണവശാലും ലോട്ടസ് ടെമ്പിളിന് ഒരു തടസ്സമാകുന്നില്ല. കാഴ്ച മറയ്ക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ എല്ലാ നിർമ്മിതികളും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഗംഭീര ഒരു കൺസ്ട്രക്ഷൻ രീതിയായി തോന്നി. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ക്രമാതീതമായ ആളുകളുടെ തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്രീ ആട്ടോ, ഫുൾ ഫ്രീ ആണ്. ഞങ്ങൾ പോയി ലോട്ടസ് ടെമ്പിൾ കണ്ടുവന്നു. നമുക്ക് 1 രൂപ ചിലവില്ല. നല്ല സെറ്റപ്പ്. ആ ജിയോഗ്രഫിക്ക് അനുസരിച്ച് അമ്പലം എവിടെ നിന്നും കാണാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേണ്ടത്. കൂടാതെ അവിടെ ബാത്റൂം ബ്ലോക്കായാലും ചപ്പൽ വയ്ക്കുന്ന ബ്ലോക്കായാലും ഒക്കെ അണ്ടർഗ്രൗണ്ട് സെറ്റപ്പിൽ ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ വേറെ കൺസ്ട്രക്ഷൻ അവിടെ കാണാൻ പറ്റില്ല. ഉള്ളതൊക്കെ ഭൂമിയോട് വളരെ ഇടത് ഇതുപോലത്തെ ഒരു കളറിൽ ഇങ്ങനത്തെ ഒരു നിർമ്മിതികളാണ്. അതുകൊണ്ട് തന്നെ ആ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്ന ആ ഒരു കൺസ്ട്രക്ഷന് യാതൊരു വക അതിൻ്റെ ഒരു എസ്തെറ്റിക് സിറ്റി കളയാത്ത രീതിയിൽ ഗംഭീരമായിട്ട് ഇതിൻ്റെ ചുറ്റും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ജനമുണ്ട് കേട്ടോ. അങ്ങനെ ലോട്ടസ് ടെമ്പിളിൽ നിന്നും ഞങ്ങൾ സിജോൻ്റെ തീരുമാനപ്രകാരം ഹുമയൂൺസ് ടൂംബ് കാണാനാണ് പോകുന്നത്. നമ്മുടെ മുഗൾ ഭരണകൂടത്തിലെ ബാബറിൻ്റെ പുത്രനായ ഹുമയൂൺ, അതായത് അക്ബറിൻ്റെ അച്ഛനായ ഹുമയൂണിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയുണ്ട് ഇവിടെ. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ അടുത്ത വീഡിയോയിലെ യാത്ര. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.